ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളെല്ലാം കൂടെ കടൽ കാണാനായിട്ട് പോയിരിക്കുകയാണ് അഴീക്ക ബീച്ചിൽ. അങ്ങനെ അനിയത്തി ഞാനും പിള്ളേരും എല്ലാമായിട്ട് ഒന്ന് അടിച്ച് പൊളിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് കടലൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങി. അവിടെ ആണെങ്കിൽ ഭയങ്കര കാറ്റും കടലെല്ലാം തിരമാലെല്ലാം ഭയങ്കരമായിട്ട് കിടന്നങ്ങ് അടിക്കുന്നു. ചെന്നപ്പോൾ തന്നെ സെക്യൂരിറ്റി പറഞ്ഞ് അങ്ങോട്ട് ആരും പോകല്ലേ, കടൽ കയറി കിടക്കുക. കാര്യം വെച്ചാൽ മഴയൊക്കെ ഒരുപാട് വന്ന് കടൽ ഒരുപാട് കയറി കിടക്കുക. അതൊന്നുമല്ല രസം. തോട്ടപ്പള്ളി മറിഞ്ഞ ബോട്ടുക അഴീക്ക ബീച്ച് വന്ന് കിടക്കുന്നു. അങ്ങ് കണ്ണെത്താ ദൂരത്ത് കിടന്നെയാണ്. അത് തിര അടിച്ചടിച്ച് അതിനെ കരയ്ക്ക് കൊണ്ടെത്തിച്ചിരിക്കുക. ഞങ്ങളിതെല്ലാം കണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അന്നേരം സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞ് പിള്ളേരൊക്കെ ആയിട്ട് അങ്ങോട്ട് ആരും പോകല്ലേ, നിങ്ങൾ ഇനിയിപ്പോൾ പോകുന്നു. നമ്മളിവിടെ കേൾക്കാൻ നമുക്ക് കടൽ കാണുമ്പോൾ ഒന്ന് ചെന്ന് കാലൊക്കെ നനയ്ക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ചെന്ന് കാലൊക്കെ ഒന്ന് നനച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് നമ്മൾ കടലിങ്ങനെ അടിച്ച് ആ ഉപ്പ് രസമെല്ലാം നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ വന്ന് നല്ല രസമായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഈ ബോട്ട് തന്നെ കണ്ടുകൊണ്ട് അവിടെ കുറേ നേരം നിന്ന്. സെക്യൂരിറ്റി വന്നിട്ട് നമ്മുടെ പുറയിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ അതിൽ മണലിൻ്റെ മുകളിൽ കയറി ചാടി തിമിർത്ത്. അവന്മാർക്ക് പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, പിള്ളേർക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. എന്നും പിള്ളേരും വീട്ടിനകത്ത് അടച്ച് പൂട്ടിയൊക്കെ ഇരിക്കുമല്ലേ. അങ്ങനെ അവന്മാരെ എല്ലാം കൂടെ കൊണ്ട് കാണിച്ച് പിന്നെ നമ്മൾ പാനിപ്പൂരി കഴിക്കാനൊക്കെ അവിടെ നിന്ന് പോയി. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി പാനിപ്പൂരി എല്ലാം കഴിച്ച് അവിടെ നിന്ന് തിരിച്ച് വരാനായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ നമുക്ക് ഞണ്ട് വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി അവിടെ നല്ല മുട്ട ഞണ്ട് കിട്ടി, നല്ല കടിക്കുന്ന ഞണ്ട്. അത് കുറച്ചെല്ലാം വാങ്ങിച്ച് അവിടെ നിന്ന് തിരിച്ച് വരാനായിട്ട് ഒരു ചേട്ടൻ അവിടെ നിന്ന് ചൂണ്ടയിടുന്നു. എങ്കിൽ പിന്നെ ശരി, അതും കൂടെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ച് കുറേ മീനൊക്കെ അയൊക്കെ കിട്ടി. പിന്നെ കുറേ വള്ളം പോന്നു, അത് പിന്നെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിള്ളേർ കുറേ നേരം അവിടെ നിന്ന് കളിച്ചതൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു മതി പോകും. അപ്പോൾ പിന്നെ നമ്മളവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന് അടുത്ത വീഡിയോയിൽ കാണുന്നത് ടാറ്റാ.